എന്നാകിലോ ഞാനിഹ ചെന്നു പോരാം, തന്നാകിലോ ഞാനത് കൊണ്ടുപോരാം. എന്താപ്പം അത്? പോയി നോക്കട്ടെ. അപ്പം ഇതാ ഇന്നത്തെ വെറൈറ്റിയാണ്. വീണ്ടും അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദൈവമേ, ഇന്ന് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണേ. മൊത്തം സാധനങ്ങളും ഒരു ദിവസം കഴുകാൻ പറ്റിയില്ല. അത് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇന്ന് വൈകുന്നേരം നാളെ വൈകുന്നേരം ചെയ്യാന്നാണ് പറഞ്ഞത്. നടക്കുമെന്ന് അറിഞ്ഞൂടെ, നോക്കട്ടെ. ഞങ്ങൾ കപ്പ പറിക്കാൻ പോവാണ്. വെറൈറ്റി. ഉണ്ണിക്കുട്ടാ, ഇന്നത്തെ അറിയാൻ പറ്റില്ല കേട്ടോ. അന്നത്തെ അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് ചീറ്റിപ്പോന്നേ, അറിയില്ല. എന്തായാലും പോയി നോക്കട്ടെ. എന്നാകിലോ ഞാനിഹ ചെന്നു പോരാം, തന്നാകിലോ ഞാനത് കൊണ്ടുപോരാം. എന്താപ്പം അത്? പോയി നോക്കട്ടെ. ഇത് ലാസ്റ്റ് എങ്ങനെ? ഇത് ഈ മാസം 6 മാസം മുമ്പ് വെച്ചേ ലാസ്റ്റ് പീസ് കപ്പയാട്ടോ. ഓക്കെ, അപ്പൊ അതും കൂടി അങ്ങോട്ട്. അതെ അതെ. അപ്പൊ നമുക്ക് എന്താ, അല്ല നാളെ ഏകാദശിയല്ലേ, ഗുരുവായൂർ ഏകാദശിയാ. ഗുരുവായൂർ ഏകാദശിയോ? അതിന് കപ്പ തിന്നണമെന്നുണ്ടോ? കപ്പ തിന്നണമെന്നില്ല, ഒരു പുഴുക്ക് ഉണ്ടാക്കണം. കള്ള അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല. അല്ല, ഒരിക്കൽ എന്ന് പറയും. ഒരിക്കൽ, അതായത് 3 നേരത്തിൽ ഏതെങ്കിലും ഒരു സമയം മാത്രമേ അരി ഭക്ഷണം കഴിക്കാവൂ. ഓക്കെ. 2 നേരം വേണമെങ്കിൽ ഗോതമ്പാവാം, കപ്പയാവാം, എന്ത് ആവാം. ബട്ട് അത് അരിയ ഭക്ഷണം ഒരു നേരം. ഓക്കെ. ബിരിയാണി കഴിക്കാൻ പറ്റുമോ? ബിരിയാണിയിൽ നോൺ വെജ് ആണ് കഴിക്കാം. ബിരിയാണി ആവാം. ഞാൻ വരാം. ഏതാ ലാസ്റ്റ് കാണിക്കുന്നത്? ലാസ്റ്റ് പീസ് ആട്ടോ ഇത്. ലാസ്റ്റ് പീസ് 6 മാസം മുമ്പ് വെച്ചത്. ഓക്കെ. ചിലപ്പോ ചീറ്റും. ആണോ? എല്ലാ ദിവസവും ഇങ്ങനെ ചീറ്റി കഴിഞ്ഞാൽ മോശമല്ലേ? നമ്മൾ നല്ലത് വ്യൂവേഴ്സ് എക്സ്പെക്ട് ചെയ്യാട്ടോ. ഓക്കെ. അപ്പൊ എന്നാ ഞാൻ തുടങ്ങാണ്. അമ്മയ്ക്കാണെങ്കിൽ ആരോഗ്യക്കുറവുണ്ട്, എന്താ ചെയ്യാം. ആരോഗ്യക്കുറവ് അത് കമ്പാണ്ട് ഒട്ടിക്കോളൂ. ഓക്കെ. അവൻ മറിഞ്ഞു വീണു. അതും ആണ് വെട്ടിക്കോളൂ.
അവിടെ പിന്നെ എടുക്കാം. അതും വെട്ടിക്കോളൂ. ബനിയും വെട്ടി. അതിന്റെ മേളും അത് പിടിക്കാൻ മാത്രം പിടിക്കാൻ വെച്ചു. അവിടെ ഇരുന്നോട്ടെ. ബസ്. അപ്പോൾ 3 ആ ഒരു കുഞ്ഞി കൊമ്പ് അതാ. ഞാൻ ഇവനെയൊക്കെ ഒന്ന് അവിടെ കൊണ്ടുവച്ചിട്ട് വരാം. കുറച്ച് അമ്മി സ്മൈൽ പ്ലീസ്. നടക്കാൻ പ്രയാസല്ലേ? ഇനി പ്രശ്നമില്ല. ഇത് ചവിട്ടണ്ട. മുളകും ഇല്ല ഞാൻ സൈഡിൽ കൂടിയാ വരുന്ന അച്ഛൻ എടുത്തു. അതും കൂട്ടി അത് രണ്ടും കമ്പോ. അപ്പം എന്നാ പിന്നെ ഉണ്ടാക്കി. ഓൾ ദ ബെസ്റ്റ്. പിടിച്ചോളൂ പിടിച്ചോളൂ ഭവാനിയമ്മേ പിടിച്ചോളാം. വരണോ? അമ്മയ്ക്ക് പറ്റും. അമ്മ ഞാൻ വരാം. ആരും കാണണ്ട. ആരും കാണാത്തമാതിരി അഭിനയിച്ചാ മതി. ഓക്കെ. അത് പൊട്ടും എന്തായാലും. ഒന്ന് പൊട്ടിയമാരുണ്ടല്ലേ കിടക്കുന്നു. പാട്ടുണ്ടല്ലോ. അതെ പൊട്ടിയമാരി ഉണ്ട്. അത് ചെറുതായിട്ട് പൊട്ടിയ സൗണ്ട് ഞാൻ ഒരു കിഴങ്ങ് പൊട്ടിയമാരി ഉണ്ട് എന്തായാലും. നോക്ക് ഒരു കിഴങ്ങ് പുറത്ത് നിൽക്കുന്നു. ഒരു മിനിറ്റ്. പൊട്ടിയിട്ടൊന്നുമില്ല. ഗുരുവായൂർ ഏകാദശി ഇന്നൊരു പൊളിക്കും ഞാൻ. അതിലും വല്ല കേട്ടോ. അകത്തുണ്ടെന്ന് തോന്നുന്നു ഇനിയും ഇല്ലേ? കിട്ടിയതാ 1 2 കിട്ടി. അപ്പാതെ കഴിഞ്ഞു കേട്ടോ. ഓക്കെ ഗൈസ്, ഇതുവരെ കിട്ടിയതിലുള്ള ഏറ്റവും ബെസ്റ്റ്. ഞാൻ വിചാരിച്ചു ചീറ്റി പോകുന്നു. പക്ഷെ ചീറ്റിയില്ല. അത് ദൈവസഹായം. അത് ഗുരുവായൂർ ഏകാദശി എന്ന് പറഞ്ഞിട്ടായിരിക്കും. അതായിരിക്കും. അപ്പൊ സെറ്റ് അല്ലേ? സെറ്റാണ്. അടിപൊളി. കുട്ടി ഇതെടുത്തോളൂ. പിടിക്കൂ. ഭവാനിയമ്മ നടന്നോളൂ. അതെ. എന്താ കത്തി ഞാനെടുക്കാം. കത്തി അവനെടുക്കും. ഇതാണ് ഇവിടുത്തെ കപ്പ വെട്ടുന്ന കത്തി. ഇടയ്ക്ക് മീനും അത് നല്ല വെയിറ്റ് ഉണ്ട് കുട്ടി. അടിപൊളിയാ. ലാസ്റ്റ് പീസേ തകർത്തു. ഇത് കൊള്ളാം. ഇത് കുറച്ച് ഉണ്ട് ജിമിട്ട. ഓരോ കിഴങ്ങ് മതി ഓരോ ദിവസം. അത്രയ്ക്കുണ്ട്. ഇത് തന്നെ പുഴുക്ക വയ്ക്കോ? ഇന്ന് പുഴുക്ക. ഓക്കെ. അവിടെ തന്നെ ഉണ്ടാക്കാം. അതെയോ? നാളെയാ? അപ്പൊ ഇന്നല്ലേ? അത് പോട്ടെ. ഓക്കെ, നിന്നെ ഞാൻ കുറച്ച് അതിൻ്റെ അടുത്ത് വെക്കാം. അവിടെ കിടക്ക്. അല്ല ഇന്ന് പുഴുക്ക് വെച്ചാൽ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം അമ്മയോട്. അല്ല അത് കഴുകണ്ടേ? കഴുകണം കഴുകിയിട്ട് വിളിക്കട്ടു. അവിടെ വെച്ചു. അതിൻ്റെ ഉള്ളിൽ വെച്ചോളൂ. തന്നെ ഗുഡ്. ചെരുപ്പ് മാറ്റൂ. ചെരുപ്പ് മാറ്റൂ കുട്ടി. ഹലോ, ചെരുപ്പ് മാറ്റൂ. കത്തി ഞാനിവിടെ വെച്ചിട്ടുണ്ടേ. ഓക്കെ, മറന്നു വേണ്ട. ഓക്കെ, ഞാനിവിടെ തന്നെ ഇരിക്കാം. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കുട്ടി കയ്യിട്ടോ. കൈ അതുകൊണ്ട് തെങ്ങിൻ്റെ കടക്കിൽ മണ്ണും കിട്ടും. അതെ, ഇത് കൊള്ളാം. ഇത് നല്ല അത്യാവശ്യം അന്ന് കിട്ടിയതിനൊക്കെ അന്ന് കിട്ടിയതിൻ്റെ ജസ്റ്റ് ഡബിൾ ഉണ്ട് നോക്കി. അന്ന് കിട്ടിയതിൽ ഒന്ന് മാത്രമേ നല്ല നീളം വലുപ്പം. ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഒരേ വലുപ്പമാണ്. ഇന്നത്തെ കൊള്ളാം. ഓക്കെ, ബാക്കി കഴുകി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പോൾ ഈ കപ്പേനെ കുളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ അച്ഛാ? കുളിപ്പിച്ച് കൊണ്ടുവന്നു. ഇത് എത്ര കിലോ കാണും? ഇത് ഒരു എബവ് 5 kg ഉണ്ട്. ഒരു ഓൾമോസ്റ്റ്
7 കിലോ വരുന്ന കപ്പ നമ്മൾ ഒരു ചെടിയിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ഇന്നത്തെ ഗുരുവായൂർ ഏകാദശിയായിട്ട് അല്ലേ? ഏറ്റവും നല്ല സൂപ്പർ കപ്പയത്. ഓക്കെ. അപ്പോൾ ഇന്ന് രന്നല്ല, നാളെ നമ്മൾ പുഴുക്കുണ്ടാക്കുക വെച്ചിട്ടല്ലേ? അതെ. സെറ്റ്. നോക്കാൻ വേണ്ടി അവരെ കൊണ്ട് ഞാൻ പോസ് ചെയ്യിപ്പിക്കാൻ എല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കൊള്ളാം അല്ലേ? സൂപ്പർ കപ്പ. വാവ് വാവ്. അപ്പൊ ഇങ്ങനെ ഈ കപ്പയൊക്കെ പറിച്ച് ഞങ്ങൾ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ കറങ്ങുമ്പോഴാണ് ഒരുത്തന്റെ അഭ്യാസം ഈ സാധനം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 1-2 വട്ടം ചെയ്ത് പാളിപ്പോയത് കൊണ്ട് പിന്നെ ആ ഒരു ആഗ്രഹം അങ്ങോട്ട് വിട്ടു. അങ്ങനെ ഞാനും അച്ഛനും കുറച്ചേരം അത് നോക്കി നിന്നു. കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാതനെ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ